നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. അപ്പോൾ ഇന്ന് ലോക ലഹരി ദിനം. ലഹരിക്കെതിരെ പോരാട്ടം ശക്തമാക്കേണ്ട കാലഘട്ടമാണെന്നാണ് ഇപ്പോൾ നൽകുന്ന സന്ദേശം. എന്നാൽ ഞാൻ പറയുന്നു, ലഹരി വേണം. ജീവിതമാണ് ലഹരി. അത് പോലീസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോലീസിൻ്റെ സന്ദേശത്തിൽ പോലീസ് പണ്ട് മുതലേ പറഞ്ഞു വന്നൊരു കാര്യമാണ്, ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി. നമുക്ക് ഓരോ തരത്തിലുള്ള ലഹരികളുണ്ട് മനുഷ്യന്. നമുക്കിപ്പോൾ നമ്മുടെ ലോകം, പ്രത്യേകിച്ച് കേരളം, ഫുട്ബോളിൻ്റെ ലഹരിയിലാണ്. ഫുട്ബോളിൻ്റെ എന്താ പറയേണ്ടത്, ആ ആർത്തലച്ച് വരുന്ന, അതിനേക്കാൾ അപ്പുറം ഉള്ള ഒരു ലഹരിയിലാണ് നമ്മുടെ നാടും നഗരവും. അതേ സ്ഥാനത്ത് ലോകകപ്പ് ക്രിക്കറ്റ് വന്നു കഴിഞ്ഞാൽ, അതുപോലുള്ള ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന കണ്ടിട്ടില്ല. നമ്മുടെ രാജ്യം പോലും പങ്കെടുക്കുന്ന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ട് ഒരു ഫ്ലക്സ് എവിടെയും വരാറില്ല. പക്ഷേ ഇപ്പോൾ ബ്രസീൽ, അർജൻറ്റീന, അങ്ങനെ നിരവധിയായ, എൻ്റെ മക്കളെല്ലാം അർജൻറ്റീനയുടെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ഓരോ ലഹരിയാണ്. രാഷ്ട്രീയം ഒരു ലഹരിയാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക, സമരത്തിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരു ലഹരിയാണ്. അതുപോലെ തന്നെ അങ്ങനെ നിരവധിയായ ലഹരികളുണ്ട്. വായന ലഹരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായന. അതൊരു ലഹരി തന്നെയാണ്. വായന ലഹരിയാക്കി മാറ്റണം. ആ ലഹരിയിൽ നിങ്ങൾ അടിമപ്പെടണം. നിങ്ങൾ വായനാശീലമുള്ളവരായി, നിങ്ങൾ പുസ്തക പുഴുക്കളായി, പുസ്തകത്തിന് അടിമകളാണ്. ആ ലഹരിയിൽ നിങ്ങൾ മതോന്മത്തരാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വായന. എൻ്റെ അമ്മ ഇപ്പോഴും പ്രായം ഒരുപാടായി, പക്ഷെ അവർ എന്ത് കിട്ടിയാലും വായിക്കുന്നതാണ്. ഒരു വല്ലാത്ത വായനാശീലമുള്ള എൻ്റെ മൂത്ത മകന് പേര് നിർദ്ദേശിച്ചത് അമ്മയുടെ വായനയിലൂടെയാണ്. അമ്മ വായിച്ചു, ഒരു കഥാപാത്രത്തെ കിട്ടി, ആ പേര് എൻ്റെ മകന് നിർദ്ദേശിച്ചു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ വായന നമുക്കൊരു ലഹരിയായിരിക്കണം. കുട്ടികൾക്ക് പഠനം ലഹരിയായിരിക്കണം. കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ലഹരിയായിരിക്കണം. കുട്ടികൾക്ക് അധ്യാപകർ ലഹരിയായിരിക്കണം. അധ്യാപകരെ ലഹരിയാകണം അവർക്ക്. കുട്ടികൾക്ക് സ്കൂൾ ലഹരിയാകണം. കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ മുതിർന്ന പൗരന്മാരെ, മുതിർന്ന ആളുകളെ, ഇവിടുത്തെ പോലീസ് അധികാരികളെ എല്ലാവരെയും ലഹരിയായിരിക്കണം. നാടിൻ്റെ നന്മ പ്രവൃത്തികൾക്ക് അവരെ ലഹരിയിലേക്ക് പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ഇന്ന് കണ്ടുവരുന്നത് അതല്ല. മറ്റു ചില ലഹരികളിലേക്ക് ഈ തലമുറയെ തള്ളിവിടുന്നതാണ് കാണുന്നത്. ലഹരി നല്ലതാണ്, പക്ഷേ മാരകമായ വിപത്തുണ്ടാക്കുന്ന, അതായത് രാസലഹരി, അതിനെ നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ്. രോഗം വരുത്തുന്ന കഞ്ചാവ് ലഹരിയാണോ എന്ന് ചോദിച്ചാൽ മരുന്നാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ വലിയ കൃഷിയുണ്ട്. പക്ഷെ അത് അമിതമാകുമ്പോൾ കഞ്ചാവ് ലഹരിയാണ്. അതുപോലെ മദ്യം ലഹരിയാണ്. മദ്യം എന്നാൽ നമ്മുടെ നാട്ടിലെ സേന, മിലിറ്ററിക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അതൊരളവിനാണ്. അളവിൽ കൂടുതൽ എന്തുമാകുമ്പോൾ അധികമായാൽ അമൃതും വിഷമാകുന്ന ഒരു കാലമാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടെത്തിയ പുതിയതായിരിക്കുന്ന തലമുറകളെ നശിപ്പിക്കുന്ന നിരവധിയായ ലഹരികളുണ്ട്. MDMA എന്നും, അതുപോലെ സ്റ്റാമ്പ് എന്നും, സിഗരറ്റ്, അങ്ങനെ ഒരുപാട് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലഹരിയുടെ വ്യാപന ലോകമാണ്. അത്തരം ലഹരികളെ നമ്മൾ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കാനോ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരെ നമ്മളെ നാട്ടിൽ നിന്ന് നാട് കടത്തുക തന്നെ ചെയ്യണം. ശക്തമായ ശിക്ഷാ നടപടികൾ ഈ നാട് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ശിക്ഷാ നടപടികൾ കുറവാണ്. അതാണ് ഇവർക്ക് ഇത്തരം പ്രവർത്തികൾ യഥേഷ്ടം ചെയ്യാൻ. നിശ്ചിത ഗ്രാം കയ്യിൽ വെച്ചാൽ ഫൈൻ അടച്ച് പുറത്തു പോകുന്ന, രക്ഷപ്പെടാൻ പറ്റുന്ന, അല്ലെങ്കിൽ പല ന്യായവാദങ്ങൾ പറയുന്ന, പിന്നെ ലഹരിയുടെ മാഫിയ സംഘങ്ങളാണെങ്കിൽ അത് ഇഷ്ടികപ്പൊടിയോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ എന്തെങ്കിലും ആക്കി മാറ്റാൻ പറ്റുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോഴുള്ള ഈ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. UDF സർക്കാർ എന്നാണ് പറയുന്നത്. പണ്ടത്തെ സർക്കാർ പിണറായി സർക്കാർ എന്നാണ്, വ്യക്തിയുടെ പേരാണ്. പക്ഷേ ഈ സർക്കാരിനെ
അപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാഷ്ട്രീയപരമായി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, നല്ലതിന് നല്ലതെന്ന് പറയണ്ടേ. UDF സർക്കാർ, VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന, അതിനകത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തല, അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഭാവി എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ വേണമെങ്കിൽ വിമർശകരായ ആളുകൾക്ക് പറയാം ഇതൊക്കെ താൽക്കാലികമാണ്, അപ്പോൾ തീരുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 4000-ഓളം ലഹരി എന്താ പറയണ്ട കേന്ദ്രങ്ങൾ പിടിക്കപ്പെടുകയും ആ 4000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും എന്താ പറയണ്ട നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഓപ്പറേഷൻ തൂഫാൻ അത് ഇപ്പോൾ ഇത്രയെങ്കിലും അതിൻ്റെ വ്യാപനം കുറക്കാൻ നോക്കണം. ഇപ്പോഴത്തെ പോലീസ് വ്യാപകമായി കണ്ടെത്തുകയാണ്. ഓരോ ദിവസവും ഓരോ കേസ്. ആ കേസ് കണ്ടെത്തുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, അപ്പോൾ ഈ മുമ്പുള്ള 10 വർഷം ഈ പോലീസ് എന്നാ എടുക്കുകയായിരുന്നു? പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തുകൊണ്ട് പോലീസ് അത് ചെയ്യാൻ ഇതുപോലെ പിടിക്കാൻ പറ്റിയില്ല? എവിടെയോ ഒരു കടിഞ്ഞാണ് പോലീസിനുണ്ടായിരുന്നത് കൊണ്ടല്ലേ? സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇത്രയേറെ 4000-ലധികം കേസുകളും 4000 ആളുകളെയും അറസ്റ്റ് ചെയ്യാൻ ഈ ഒരു മാസം കൊണ്ട് പോലീസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ 10 കൊല്ലം ഈ ലഹരിയെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അല്ല, അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടില്ല. പോലീസിന് എവിടെയോ ഒരു കടിഞ്ഞാണ് ഉണ്ടായിരുന്നു, ലഹരി മാഫിയ പിടിമുറുക്കിയിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നാളെ എന്നെ കുറ്റപ്പെടുത്തും, വിരുദ്ധനാക്കും, എന്നെ പലതും പറയും. പക്ഷേ ഇത് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. ഒരു മാസം കൊണ്ട് ഇത്രയേറെ കേസുകൾ പിടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ നടന്നൊരു വലിയ വേദനാജനകമായൊരു സംഭവം, ബാലുശ്ശേരിയിലൊരു കുട്ടിയുടെ വാട്ടർ ബോട്ടിലിൽ കൊടുത്തു വിട്ടത് മദ്യം. എന്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൻ്റെ. അത് കൈയോടെ പിടിച്ചു. ഇതെന്താ വിഷയം? നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളിലുള്ള അധ്യാപകന്മാർക്ക് കുട്ടിയുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല, കുട്ടിയെ കണ്ണുമഴിക്കാൻ പാടില്ല, കുട്ടിയെ ശിക്ഷിക്കാൻ പാടില്ല. ഇത്തരം നിയമങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാനൊരിക്കലും ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ 2 കുട്ടികൾ അവരൊരു അനാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. അനാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൃംഗാരം, ആ ഭാഷയിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഞാനപ്പോൾ എൻ്റെ കൂടെയുള്ള മാഷോട് പറഞ്ഞു, മാഷേ അത് നിങ്ങളുടെ സ്കൂളിലെ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയല്ലേ? എന്നോട് പറഞ്ഞു, നീ ഒന്നും കണ്ടിട്ടില്ല, ഞാനും ഒന്നും കണ്ടില്ല, മിണ്ടാതിരുന്നോ. ഒരു വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സസ്പെൻഷൻ അനുഭവിച്ചിരിക്കുകയാണ്. ഇനിയും എൻ്റെ ജോലി കളയാൻ കഴിയില്ല. ഇത് മാതാപിതാക്കളും ഇതിവിടുത്തെ നാട്ടുകാരും ഇതിവിടുത്തെ അധികാരി വർഗവും ചിന്തിക്കേണ്ടതാണ്. അധ്യാപകർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, ബാഗ് പരിശോധിക്കണം, കുട്ടികളെ ശിക്ഷിക്കണം, കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് കൊടുക്കണം. അങ്ങനെ കുട്ടികളെ വരും ഉപയോഗപ്പെടുത്തുന്ന, അതിലൊരു പേരുണ്ട്, രണ്ടാനച്ഛൻ. രണ്ടാനച്ഛനൊന്നുമില്ല, അച്ഛനൊന്നേ ഉള്ളൂ, അതേത് മനുഷ്യനും. കാരണം ഒരു ബീജത്തിൽ നിന്ന്, ഒരണുവിൽ നിന്ന് മാത്രമേ ഒരു മനുഷ്യൻ ഉൽപ്പത്തി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ലഹരികളെ തുടച്ച് നീക്കേണ്ടത് തന്നെയാണ്. അതിന് നമുക്ക് രാഷ്ട്രീയ ഭേദമന്യേ, ഭരണഭേദമന്യേ, ഭരണപക്ഷി പ്രതിപക്ഷം അല്ലെങ്കിൽ UDF LDF DYFI ഒന്നൊന്നുമില്ലാതെ മുന്നിട്ടിറങ്ങി ഈ നാട്ടിൽ നിന്ന് ഇതിൻ്റെ അടിവേരിറക്കണം. കാരണം ഇതിന് വേര് അത്രമാത്രം ഇറങ്ങിയിരിക്കുകയാണ്, അത്ര ആഴത്തിലാണ് വേര്. ഇത് മുളയിൽ നുള്ളിയിരുന്നുവെങ്കിൽ, മുളയിലേ നുള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ, മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഇത്ര ആഴത്തിൽ വേരിറങ്ങില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴറുത്ത് കളഞ്ഞാൽ അരയാലുപോലെ തഴുത്തു വരികയില്ല, അരയാലുപോലെ വരില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ലഹരി, ഈ രാസലഹരികളെ, മനുഷ്യനെ ഉന്മാദ ലഹരിയിലാക്കുന്ന, മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റുന്ന, മനുഷ്യനെ രോഗത്തിലേക്കാക്കുന്ന, മനുഷ്യൻ്റെ ചിന്തകളെ മാറ്റുന്ന ഇത്തരം മയക്കുന്ന ഇത്തരം രാസലഹരികൾക്കെതിരായിട്ട് നമുക്ക് പോരാടാം. നമ്മുടെ ലഹരി ജീവിതമായിരിക്കണം, ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കണം, നാടിൻ്റെ നന്മയായിരിക്കണം, നാടിൻ്റെ സേവനമായിരിക്കണം, സ്പോർട്സ് ആയിരിക്കണം. അതിലുപരി നമ്മുടെ ലഹരി വായനയായിരിക്കണം, വായിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ലഹരി നമ്മുടെ മാതാപിതാക്കളായിരിക്കണം, നമ്മുടെ സ്കൂളായിരിക്കണം, നമ്മുടെ നാടായിരിക്കണം. ഈ അപകടകാരിയെ തിരിച്ചറിഞ്ഞ് നമുക്ക് നശിപ്പിക്കേണ്ടതുണ്ട്. അതിനെ രാഷ്ട്രീയ ഭേദമന്യേ നമുക്കിതിന് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സംഭവിച്ചു. ഇനി 10 വർഷത്തെ കഥയും അതിന് മുമ്പത്തെ കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പോലീസ് നല്ല നിലയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പോലീസിനെ നമ്മളൊന്ന് പിന്തുണക്കുക.
ബാക്കി പല വിഷയങ്ങളുണ്ടാവാം. പക്ഷേ ഈ ലഹരി ഇവിടുന്ന് മായ്ച്ചു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ തലമുറ, വരും തലമുറ, നമ്മുടെ മക്കൾ അവർ നശിച്ചു പോകും. അവരുടെ നാശം കാണാതെ നന്മയിലേക്ക് നയിക്കാൻ നാളെ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക്, സമരങ്ങളിൽ, നമ്മുടെ നാടിന് നന്മയായ പ്രവർത്തനങ്ങളിൽ ആളുകളെ കിട്ടണമെങ്കിൽ ഇതിവിടെ ഇല്ലാതായി മാറണം. അവർക്ക് വായനയും സാമൂഹിക പ്രതിബദ്ധതയും സമൂഹത്തോടുള്ള ബാധ്യതയും കടപ്പാടും അമ്മയോടും അച്ഛനോടും അധ്യാപകരോടും നാട്ടിലുള്ള സമൂഹത്തെ ആദരിക്കുന്ന ആളുകളോടുമുള്ള ലഹരി ഉണ്ടായാൽ മാത്രമേ, വായനയോടുള്ള ലഹരി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ജനതയെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഈ സൈബർ യുഗത്തിൽ നമുക്ക് ലഹരിക്കെതിരെ പോരാടാം. കാരണം സൈബറിൽ നിരവധിയായ ലഹരികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് പോരാടാം. ഈ ലഹരി ദിനത്തിൽ നമുക്ക് ഒന്നിച്ച് ഉച്ചത്തിൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ലഹരിയോട് നമുക്ക് ജീവിതമാണ് ലഹരി. പോലീസിനോടുകൂടെ പോലീസ് പറഞ്ഞതുപോലെ ജീവിതമാണ് ലഹരി, ജീവിതമാകണം ലഹരി.